ഹായ് ഫ്രണ്ട്സ്, മന്ദാരം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ പയർ വിത്തുകളൊക്കെ മുളച്ചിട്ടുണ്ട്. അത് മുളച്ച് 3-ാം ദിവസം തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. അന്ന് ഫുൾ വീഡിയോ ഇടാൻ ഒന്നുമില്ലല്ലോ, മുളച്ച് വന്നിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ വളം ചെയ്യുന്നതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്കിതിന് വളം ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വളം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വളർച്ച ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് തറഞ്ഞു പോയിട്ടൊന്നുമില്ല, എന്നാലും മഴയൊക്കെ പെയ്തതല്ലേ, ഒന്ന് വായുസഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം തറയാത്തത് കൊണ്ട് ഞാനൊരു പൈപ്പിൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഇളക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ തറഞ്ഞു പോവുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ചുകൂടി ബലമുള്ള എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. ചുറ്റും ഇളക്കി കൊടുക്കുന്ന സമയത്ത്, മണ്ണ് ഇളക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ മുരട്ടിലേക്ക് പോകരുത്. ചുറ്റും അല്ലാതെ പുറത്ത് ചുറ്റും ഭാഗത്തു കൂടെ മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചാരം ഇട്ട് കൊടുക്കാം. ചാരം, ചാണകപ്പൊടി, ഇത് രണ്ടുമാണ് ഇന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇത് മിക്സ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ ഇട്ട് കൊടുക്കുന്നത്, മിക്സ് ചെയ്തിട്ടില്ല. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളെ കയ്യിൽ വേറെ എന്തെങ്കിലും കിച്ചൺ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. കുറച്ച് ആര്യവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അതുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നിർബന്ധമൊന്നുമില്ല, ഇട്ടാൽ നല്ലതാണ്. ആര്യവേപ്പോ ചീമക്കൊന്നയുടെ ഇലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. എപ്പോഴും വളം ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. മുരട്ടിലേക്കൊക്കെ മണ്ണൊക്കെ നന്നായിട്ട് നീക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചട്ടികളിലെയും പയർ ചെടികൾക്ക് വളം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിത്തുകൾ പാകുന്ന വെണ്ട വിത്തും പയർ വിത്തും പാകുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വെണ്ട ഏകദേശമൊക്കെ ആദ്യത്തെ ഒക്കെ വിളവെടുപ്പ് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അത് നടാം. അപ്പോൾ ഡോളമേറ്റാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളെ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുള്ള മണ്ണ് തന്നെയാണ്. ഡോളമേറ്റ്, എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചാരം, ഇതൊക്കെ തന്നെ നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ഇട്ടുള്ളത്. നമ്മളെ പയർ ചെടി നട്ട സമയത്ത് നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. പഴയ ആദ്യം നട്ട ചട്ടിയിലെ മണ്ണ് തട്ടിയെടുത്ത് അത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഡോളമേറ്റ്, എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ചാരം, പിന്നെ ചാണകം ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണിത്. നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യണം. അപ്പോഴേ ആ വളം മണ്ണിൻ്റെ എല്ലായിടത്തും എത്തുള്ളൂ. പിന്നെ അന്ന് ചെയ്ത അതേപോലെ തന്നെ ചട്ടിയുടെ ഹോളുകളൊക്കെ അടച്ചിട്ട് അതിലേക്ക് കരിയിലയോ പുല്ലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഇത് മുകളിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കരിയിലയൊക്കെ താഴെയുള്ളത്. താഴെ നിന്ന് മുകളിലേക്ക് കരിയില കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാനിവിടെ പഴയ ചട്ടിയിൽ കുറച്ച് പുല്ലൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്, അതൊക്കെ പറിച്ചിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ അധികം വേരില്ലാത്ത പുൽച്ചെടികളൊക്കെ പറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഈ എന്തെങ്കിലും പച്ചിലകൾ കിട്ടുകയാണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമുക്ക് ഈ നമ്മൾ മിക്സ് വെച്ചിരിക്കുന്ന മണ്ണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അന്ന് പറഞ്ഞ പോലെ തന്നെ പയർ ചെടി നട്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, കൂടുതൽ നിറയ്ക്കേണ്ട ഒരു 1/4 ഭാഗത്തോളം ഒക്കെ നിറച്ച് കൊടുത്താൽ മതി മണ്ണ്. പിന്നെ നമ്മൾ വളം ചെയ്യുന്ന സമയത്ത് പിന്നെ മണ്ണിട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു വെണ്ട വിത്താണ് നടുന്നത്. വെണ്ട പയറൊക്കെ ഞാൻ ഇവിടെ തന്നെ വിത്ത് റെഡിയാക്കി എടുത്തതാണ്. ആദ്യം നട്ടിരുന്ന വെണ്ടയിൽ നിന്നും പയറിൽ നിന്നൊക്കെ വിത്ത് റെഡിയാക്കി എടുത്തതാണ്. ആ വിത്താണ് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം മുളയ്ക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇതിൽ ഞാൻ വെണ്ട വിത്ത് നടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. 2 വിത്ത് നട്ടിട്ടുണ്ട്. പയറും വെണ്ടയും നട്ടിട്ടുണ്ട്. പക്ഷേ പയറിൻ്റെത് ആദ്യത്തെ അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.